വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തനി നാടൻ കുമ്പളപ്പല്ല വയണയപ്പം റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് കൊച്ചുപഴം ഉപയോഗിച്ചിട്ടാണ്. നമുക്കിത് ചക്കപ്പഴം ഉപയോഗിച്ച് ചെയ്യാം, അതുപോലെ തന്നെ ചക്ക വരട്ടിയത് ഉപയോഗിച്ച് ചെയ്യാം, ഏത്തപ്പഴം ഉപയോഗിച്ച് ചെയ്യാം, അപ്പം അല്ലാണ്ട് തന്നെ ചെയ്യാം. അതായത് ഈ പഴങ്ങളൊന്നും ചേർക്കാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് കൊച്ചുപഴം ഉപയോഗിച്ചിട്ട് എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു 3/4 കപ്പ് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക. ഇതിലേക്കൊരു 4-5 ഏലക്കായും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ശർക്കര ചിരകിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നമ്മുടെ ഈ അപ്പത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കടിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഏലക്ക ഡയറക്റ്റ് ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ശർക്കരയിൽ ചേർത്തിട്ട് അരിച്ചെടുക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ 2 കപ്പ് അരിപ്പൊടിക്കാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് വെള്ളം നമ്മൾ ആദ്യമായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുകയാണ്. നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ഓളം ശർക്കര നമുക്ക് ശർക്കര പാനി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെള്ളവും ശർക്കരയും കൂടെ നല്ലതായിട്ടൊന്ന് തിളച്ച് വരും. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. 2 കപ്പ് ഇടിയപ്പപ്പൊടിയാണ്, അതല്ലെങ്കിൽ നമുക്ക് നല്ല വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിനൊരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അടുത്തതായിട്ട് ഒരു 8 ചെറിയ പഴം പൊളിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാൻ, പാളയംതോടനോ ഞാലിപ്പൂവനോ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പഴം ഇവിടെ അരച്ചാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടാണ് കുഴച്ച് കൊടുക്കുന്നത്. അപ്പം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഞെവിടി ചേർത്ത് കൊടുക്കാം. അതായത് ഈ പഴം ഞെവിടി കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഞെവിടിയിട്ട് ഇതിൻ്റെ മാവിൻ്റെ കൂട്ടത്തിലിട്ട് കുഴച്ചെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വെള്ളമാകാത്ത രീതിയിൽ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങുമ്പോഴത്തേക്ക് ഈ അപ്പം അലുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 പിടി തേങ്ങ മുതൽ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ മാവ് നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വയണയില അല്ലെങ്കിൽ കുമ്പളല എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പത്തിന് നല്ല മണമാണ്. അപ്പോൾ ആ ഒരു മണത്തിലാണ് ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും ഇരിക്കുന്നത്. ഞാൻ വയണയിലയിൽ പൊതിയുന്ന 2 രീതിയും അതുപോലെ തന്നെ വയണയില ഇല്ലാത്തവർക്ക് വേണ്ടി വാഴയിലയിൽ പൊതിയുന്ന ഒരു രീതിയും കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നീളമുള്ള വയണയിലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അപ്പം ഒരേ ഇലയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഇതുപോലെ ഒരു മാവ് ഉരുള ഉരുട്ടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുക്കുക. ഒരു ചുറ്റിയതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ നമ്മളൊരു മാവ് എടുക്കുക. വീണ്ടും ഉരുട്ടിയിട്ട് ആ ചുറ്റി അവസാനിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത് വീണ്ടും നമ്മൾ ഒന്ന് ഉരുട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നമ്മൾ ചുറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ഞെടുപ്പ് കൊണ്ട് നമ്മൾ അതിലൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഒന്ന് കുത്തി കൊടുത്ത് അത് അവിടെ ലോക്കാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഇത് തുറന്നു പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലയിൽ തന്നെ നമുക്ക് 2 അപ്പം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് അപ്പത്തിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കുമ്പിള് കുത്തിയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരില എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കുന്ന ചെറിയ ഇലയിലാണ് ഞാൻ കുമ്പിള് കുത്താനായിട്ട് പോകുന്നത്. വലിയ ഇലയിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് കുമ്പിളാക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് അതിന് പറ്റുന്ന രീതിയിൽ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പറ്റാത്ത അളവിൽ പുറത്തേക്ക് നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങ് മാറ്റി കൊടുത്തിട്ട് അത് നികന്ന് നിൽക്കുന്ന രീതിയിൽ മാവൊന്ന് ഫിറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ തുമ്പ്, അതിൻ്റെ ആ ഒരു ഞെടുപ്പ് കൊണ്ട് നമ്മൾ ആ ഒരു ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് കുത്തി ഇറക്കി കൊടുത്ത് ഒന്ന് ലോക്കാക്കി വെച്ചാൽ നമുക്ക് കുമ്പിളായിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് നല്ല നമുക്ക് ഇറക്കാൻ പറ്റുന്ന പാകത്തിലാക്കി വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുമ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ശരിക്കും കുമ്പിളപ്പം എന്ന് നമ്മൾ പറയുന്നത്. അത് കുമ്പിൾ പോലെ നമ്മുടെ സമൂസയൊക്കെ പോലെ നമുക്ക് ഇരിക്കും. അപ്പോൾ ഇത് കാണാനൊരു ഭംഗി തന്നെയാണ്.
അടുത്തതായിട്ട് നമുക്കിനി വാഴയിലയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. ഇതുപോലെ ചെറിയൊരു ചീന്ത് വാഴയില എടുക്കുക. അപ്പം നമ്മൾ അതിലേക്ക് ആദ്യത്തെ ആ കുമ്പിളിൻ്റെ നമ്മൾ ചെയ്ത പോലെ തന്നെ മാവ് നമ്മൾ ഉരുട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കുറച്ച് മാവും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. വയണയില ഇല്ലാത്തവർക്ക് വാഴയിലയിലും ചെയ്തെടുക്കാം. പക്ഷേ ആ ഒരു വയണയപ്പത്തിൻ്റെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടണമെങ്കിൽ വയണയില തന്നെ വേണം. അങ്ങനെ എല്ലാ മാവും നമ്മൾ വയണയിലയിലും വാഴയിലയിലുമായിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിനെല്ലാം ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഇഡലിക്കുട്ടകത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന ഓരോ മാവും എടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് നേരം നമ്മളൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 30 മിനിറ്റ് നേരമൊക്കെ വേണ്ടി വരും. അങ്ങനെ ഏകദേശം ഒരു 30 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുനിന്ന് ഒരു അപ്പം എടുത്തിട്ട് നടുകയൊന്ന് നമ്മൾ മുറിച്ച് നോക്കിയാൽ നമുക്ക് ആ ഉൾവശം വെന്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെയും വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അപ്പം എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ചൂടുണ്ടാവും, നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ഈ സമയത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ ഉൾവശമൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാം അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്കോ ഒരു പാത്രത്തിലേക്കോ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു സാധാരണ നാടൻ പലഹാരമാണ്. നമ്മളുടെ കുട്ടിക്കാലത്തുമൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ രുചി ഒരു പക്ഷേ അന്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവരും കൂടെ നമ്മുടെ പഴമയുടെ രുചി മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.